നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സമകാലീന രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമായ PC ജോർജുമായി ഇന്നലെ നമ്മൾ ആരംഭിച്ച സംഭാഷണം ഈ എപ്പിസോഡിലും തുടരാം. PC ജോർജിനെ പോലെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഇൻവേർട്ടർ കോമ ധൈര്യശാലിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കത്തെഴുതിയെന്ന് പറയണു. കത്തിലെ ഉള്ളടക്കത്തെ നിഷേധിക്കുന്നില്ല. കത്ത് പുറത്തുവിട്ടതാണോ പ്രധാനപ്പെട്ട കാര്യം? കത്തിന് ഉള്ളടക്കമല്ലേ പ്രധാനം? ഞാൻ പറയട്ടെ, ഇതിനു മുമ്പും ഞാൻ സോണിയാജിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ബ്രിട്ടാസിന് അത്ഭുതം തോന്നും. അതും ഇതുവരെ അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് കത്തെഴുതി എന്നുള്ളതും അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അറിയാവുന്ന കേരളത്തിലെ രണ്ട് പേരിൽ ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. അറിയാമോ? ആ കത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ആയിരുന്നില്ലല്ലോ. പക്ഷേ ആ കത്തിൽ ഞാൻ എന്താണോ സോണിയാജിയോട് പറഞ്ഞിരുന്നത് അത് കത്ത് അതേപടി 2 ദിവസം കൊണ്ട് ആക്ട് ചെയ്ത മാന്യയായ കോൺഗ്രസ് അധ്യക്ഷയാണ് സോണിയാജി. അത് ഉമ്മൻചാണ്ടി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, പറയട്ടെ സോണിയാജി 2 ദിവസം കൊണ്ട് എൻ്റെ കത്തിൻ്റെ പ്രതികരണം ഉണ്ടായി. ആ സോണിയാജിക്ക് ഞാനൊരു കത്ത് കൊടുത്തെങ്കിൽ ഞാൻ ആ കത്ത് പുറത്തു പൊടിയോ ചർച്ച ചെയ്യുന്നത് ആ വ്യക്തി മര്യാദകൾ. താങ്കൾ പറഞ്ഞതിനെ ഞാൻ ലളിതമായ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ, എൻ്റെ ആദ്യത്തെ കത്തിലെ ആവശ്യം 2 ദിവസം കൊണ്ട് നടപ്പിലാക്കിയ സോണിയാഗാന്ധി എൻ്റെ രണ്ടാമത്തെ കത്തിലെ ആവശ്യം വൈകാതെ നടപ്പിലാക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. അതല്ലേ ഉദ്ദേശിച്ച് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ കത്തിൽ ഞാൻ കളവ് പറയില്ല എന്ന് സോണിയാജിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഉമ്മൻചാണ്ടി ഈ കേസിൽ പ്രതിയാണ് എന്ന് താങ്കൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ കത്തിൽ പ്രതിപാദിക്കുന്നു. ഞാൻ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞല്ലോ. എന്നോട് എന്നാ ചോദിച്ചാലും ഞാൻ മറുപടി. പേടിയായി അല്ലേ? പേടിയുടെ അല്ല, മാന്യതയുടെ പ്രശ്നം. മാന്യതയല്ല. എന്താ കാരണം വെച്ചാൽ താങ്കൾക്ക് ചീമൊട്ടയെ പേടിയില്ല, ചീമൊട്ട കിട്ടാനില്ല, മുട്ടയെ പേടിയില്ല. പക്ഷെ എവിടെയോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ 2 തുളച്ചു. മറ്റേ കേട്ടിട്ടില്ല, പക്ഷെ എവിടെയോ ഒന്ന് തുളച്ചു. ഇല്ലെന്ന് ഉമ്മൻചാണ്ടിയാണ് ഞാൻ സംസാരിച്ചപ്പോൾ. മാണി സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചോളൂ. ഞാൻ ഈ സരിത എന്ന കേസേ സംസാരിച്ചിട്ടില്ല. സത്യം. ഉമ്മൻചാണ്ടി ചോദിച്ചോളൂ. PC ജോർജ് ഈ പറഞ്ഞ താങ്കളുടെ ഒപ്പം ഇരുന്ന ശ്രീ KM മാണി, PK കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ ആയിട്ട് മാധ്യമപ്രവർത്തകർ ഒക്കെ സംവദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാനും സംസാരിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. അവിടെ നടന്ന ചർച്ചയുടെ സംക്ഷിപ്ത രൂപം താങ്കൾക്കറിയാവുന്ന പോലെ നമുക്കെല്ലാവർക്കും അറിയാം. PC ജോർജിനെ തളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യോഗം നടന്നത് തന്നെ. അല്ലാതെ PC ജോർജിനെ സൗന്ദര്യം കാണാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി വിളിച്ചത്. അവർ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പോകുന്നു, പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇവരാരുമായിട്ട്. ആ നിലയ്ക്ക് സ്വാഭാവികമായി മാണി സാറിനോട് നമുക്ക് സംസാരിക്കണം, സംഘർഷത്തിലേക്ക് പോകരുത്. ഞാൻ പറയും, എന്നെ എറിഞ്ഞ ഞാനും എറിയും. ഞാൻ അത്ര പറഞ്ഞു. മാണി സാറ് പറഞ്ഞൊരു കാര്യം, ഈ ചർച്ചയ്ക്കൊന്നും ഞാനില്ലെന്ന് പറഞ്ഞു. മാണി സാറ് പറഞ്ഞൊരു കാര്യമുള്ളൂ. അതായത് PC ജോർജിൻ്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നിലവിലുള്ള നിലപാടുകളിലും പ്രതിപാദനങ്ങളിലും സംസാര രീതികളിലൊക്കെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. തൽക്കാലം ഒരു വെടിനിർത്തൽ നമുക്ക് സാധ്യമാണ്. അതിൽ നിങ്ങളും കൂടി സഹകരിക്കണം, അതായത് കോൺഗ്രസ് സഹകരിക്കണം. ഉമ്മൻചാണ്ടി പറഞ്ഞു, സഹകരിക്കാം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാം, പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറാം, PT തോമസിനെയും ആൻഡ്രു ആൻ്റണിയെയും ഞങ്ങൾ നിയന്ത്രിക്കാം. മാണി സാറ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ശരി, എന്നെ ചൊറിയാൻ പറയരുത്, ചൊറിയാൻ വന്നാൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, ചൊറിയുന്നില്ല, പ്രകോപിപ്പിക്കുന്നില്ല, ശരി, ചീമൊട്ടയില്ല, മുട്ടയില്ല, സന്ധിയായി. ഇല്ലെന്നേ ഇപ്പോഴും ഏറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട്, അവിടെ കരിക്കൊടി കൊണ്ട് കൂടി. അവിടെ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസ് ഏക്കാരനാണ്. അല്ല, ആ വിവരം അങ്ങോട്ട് എത്തിയിട്ടില്ല PC ജോർജ്. ഈ സന്ധി, അതായത് PC ജോർജിന് മൂക്കേറിട്ട കാര്യം പാലക്കാടുള്ള കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ യോഗത്തിൽ ആശുപത്രി ഉദ്ഘാടനമാണ്. ആ യോഗത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിട്ട് വന്നിരുന്ന അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണ്, കോൺഗ്രസ് ഏക്കാരനാണ്. അങ്ങനെ പരസ്യമായിട്ട് അവിടെ പ്രസംഗിച്ച് PC ജോർജിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. PC ജോർജ് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം ഉണ്ടാക്കി ഇവിടെ വന്നത് എന്നങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ. ഉമ്മൻചാണ്ടിയോടുള്ള ബന്ധം വഷളാങ്കാറാണ്. കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട്, ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഭാഷയല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരും പറയുന്ന ഭാഷയാണ്. ദയവ് ചെയ്തിട്ട് എൻ്റെതായ ഒരു ചോദ്യം എനിക്കില്ല. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന, അതായത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു ചാവേറായി നിന്ന ആൾ പാമോലിംഗ് കേസിൽ തെറി പറയണു, ജഡ്ജി ഹനീഫിനെ അങ്ങോട്ട് വിടുന്നു, ഇങ്ങോട്ട് വിടുന്നു, തന്തയ്ക്ക് പറയണു, പറയാത്തായിട്ടൊന്നുമില്ല. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? ഞാൻ പറഞ്ഞെന്താ, തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ഭരണഘടനാ പ്രകാരം CRPC അനുസരിച്ച്
ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു. എന്താ പറഞ്ഞത് അന്ന് നോക്കാൻ വേണമെങ്കിൽ നോക്കട്ടെ എന്താ പറഞ്ഞത്. PK ഹനീഫ ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവല്ലായിരുന്നു, DYFIയുടെ നേതാവല്ലായിരുന്നു. അപ്പോൾ ഒരു പാകിസ്ഥാൻകാരൻ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യം, പാകിസ്ഥാനിൽ പോലും ലോക ജനങ്ങളെ ബഹുമാനിക്കുകയാണ് ഗാന്ധിജി. അദ്ദേഹത്തെ പോലും പുച്ഛിക്കാൻ മടി കാണിക്കാത്ത ആ രാഷ്ട്രീയ ജ്വരം ബാധിച്ച ജഡ്ജാണ് മിസ്റ്റർ PK ഹനീഫ എന്ന് പറയാൻ എനിക്ക് മടിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇതൊക്കെ പദപ്രയോഗങ്ങൾക്ക് അനാവശ്യം, വളരെ കറക്റ്റ് അല്ലേ. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇപ്പോൾ ഇന്ന് ഈ സോളാർ കുംഭകോണവും അനുബന്ധമായിട്ടുള്ള രാഷ്ട്രീയ സംഭവവാസങ്ങളും കാണുമ്പോൾ ഈ മനുഷ്യന് വേണ്ടിയാണോ ഞാൻ ഈ ചാവേറായതെന്ന് ചിന്തിച്ചു. വ്യത്യാസം ഇല്ല 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 അങ്ങനെ കരുതണ്ട. ഒരു ഉമ്മൻചാണ്ടിയല്ല വേറൊരു മുഖ്യമന്ത്രിയാണേലും ആ ഇഷ്യൂ സംബന്ധിച്ച് ഹനീഫ എന്ന് പറയുന്ന ജില്ലാ ജഡ്ജി എഴുതിയ 16 പേജ് മിച്ചമുള്ള ആ ജഡ്ജിമെന്റ് ഏറ്റവും വലിയ ഫൂളറിയാണ്. ഉമ്മൻചാണ്ടി ആരാണിപ്പം? PC ജോർജ് ആരുമായിട്ട് ഉമ്മൻചാണ്ടി ഇപ്പം എന്താ താങ്കളുടെ ഭാഷ പറഞ്ഞ വേന്ദ്രൻ എന്താണ്? വേന്ദ്രൻ നല്ല പദമല്ലേ? വേന്ദ്രൻ ഏറ്റവും നല്ല പദമല്ലേ. ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇഷ്യൂ വെച്ചുകൊണ്ട് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു, ശരി പറഞ്ഞു, തെറ്റല്ല പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിയുടെ വിധി തെറ്റായി പോയി. ഇതൊക്കെ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു ഗുണമുണ്ടെന്ന് പറയാം. അപ്പൊ എന്റെ വ്യക്തിത്വത്തിന് PC ജോർജിന്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഈ മനഞ്ചിൽ നിന്ന് മെയ്വഴക്കമുള്ള ഒരു വ്യക്തിയാണ് മ്ലാഞ്ചിൽ. അതായത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിടികിട്ടണമെന്നില്ല. പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്. അതായത് ഒരാളെ കാണുമ്പോൾ, മത്സ്യത്തെ കാണുമ്പോൾ വാല് കാണിക്കുകയും പാമ്പിനെ കാണുമ്പോൾ തല കാണിക്കുകയും ചെയ്യും. ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ പറയരുത്. എന്നോട് ചോദ്യമുണ്ട്. ചോദ്യത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണോ? ഞാൻ പറഞ്ഞ മറുപടി ഉമ്മൻചാണ്ടി രാജിവെക്കണോ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ശരി, അതെന്താ സാങ്കേതിക അർത്ഥം? കാരണം പറയാം, ഹൈക്കമാൻഡ് ഡിസിഷൻ പാർലമെന്റ് ഇലക്ഷൻ വരെ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി KPC പ്രസിഡന്റായിട്ട് രമേശ് ചെന്നിത്തല പോകാനാണ്. അപ്പോൾ KPC പ്രസിഡന്റ് അല്ല, അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരെ ഉമ്മൻചാണ്ടി മാറുന്ന പറയാൻ ആർക്കും അവകാശമില്ല. ആദ്യത്തെ കത്തില് 2 ദിവസം കൊണ്ട് ആക്ഷൻ എടുത്ത സോണിയാഗാന്ധി എന്തായാലും ലോക്സഭ തെരഞ്ഞെടുപ്പ് വരെ ഉമ്മൻചാണ്ടിയെ വെക്കില്ലല്ലോ. അല്ല, അത് കഴിഞ്ഞാണ് ഞാൻ കത്ത് കൊടുത്തത്. ഈ തീരുമാനമൊക്കെ ഹൈക്കമാൻഡ് തീരുമാനം ഇവനും പുനഃപരിശോധിക്കാമല്ലോ. ഹൈക്കമാൻഡ് തീരുമാനം, അതായത് ഞാൻ PC ജോർജിനോട് ഇനി വളച്ചുകെട്ടില്ലാത്തൊരു ചോദ്യം ചോദിക്കുക. PC ജോർജ് എന്നുള്ള ധീരനായ ഇൻവേർട്ടർ കോമ രാഷ്ട്രീയക്കാരനോട് കാര്യങ്ങൾ സത്യമായി പറയാൻ ആഗ്രഹിക്കുന്ന, പേടി കുടുങ്ങിയെന്ന് ശത്രുക്കൾ ആരോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും താങ്കൾ സത്യം പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ? അതെയോ ഉമ്മൻചാണ്ടി ഇപ്പോൾ മാറി നിന്നുകൊണ്ട് UDFിന് പുതിയ നേതൃത്വം വന്നുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ നേരിടണം? എൻ്റെ മുമ്പുള്ള പ്രശ്നം എന്നറിയോ, വളരെ ശക്തമായ ഇടപെടൽ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞ് വീണ്ടും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷിയിൽ തർക്കങ്ങൾ ഉണ്ടാക്കിക്കുന്നത് മാന്യതയല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഇതിനാണ് മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജ് മൂക്കേറിട്ടു, PC ജോർജ് അല്പം പേടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിന് അർത്ഥം. അങ്ങനെ എന്നെ എന്ത് കളിയാക്കിയാലും ധാർമ്മികത വിട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. താങ്കൾ ഇത്ര ഭീരുവായി പോയോ? ഭീരു അല്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഭീരുവാണ് ഇതിങ്ങനെ പറയണ്ടല്ലോ. താങ്കളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? എന്നെ ഒരുത്തരും ബ്ലാക്ക് മെയിൽ ചെയ്യില്ല. താങ്കളല്ലേ പറഞ്ഞു, അതായത് ഉമ്മൻചാണ്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധനം ബാലകൃഷ്ണപിള്ളയുടെ കയ്യിലുണ്ട്, തിരുവഞ്ചൂരിൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ താങ്കളല്ലേ പറഞ്ഞത്? വസ്തുതയല്ലേ പറഞ്ഞത്? വസ്തുതയാണ്. പിന്നെ അതൊക്കെ സത്യം. ഉമ്മൻചാണ്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധന സാമഗ്രികൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും ബാലകൃഷ്ണപിള്ളയുടെയും കയ്യിലുണ്ട്. ഞാനത് പറയാൻ കാരണം എന്താ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഇൻ്റലിജൻസ് IG ആണ്. ഈ IG-യുടെ കയ്യിൽ നിന്നും ഈ നമ്മുടെ ഫോൺ റെക്കോർഡുകളെല്ലാം കൂടെ മോഷണം പോയെന്ന് കാണാനില്ലെന്നൊക്കെ പറയാമെന്ന് ഞാൻ മോശമല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അത് തെറ്റാണ്. അങ്ങനെ ഒരു മന്ത്രി പറയാൻ പാടില്ല. അപ്പോൾ IG പിന്നെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു? ഓക്കെ, നമ്മളെ വ്യക്തമായി. അതായത് താങ്കൾ, എനിക്ക് ഉറപ്പായിട്ട് അറിയാം ശ്രീ PC ജോർജ് അങ്ങനെ സാഹചര്യങ്ങളിൽ നിന്ന് അനുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന ആളല്ല. എവിടെയോ വിവരം കിട്ടിയിട്ടുണ്ട്. സത്യസന്ധമായിട്ടാണ്. തിരുവഞ്ചൂർ തെളിവ് ഇത് സാധനങ്ങൾ വെച്ച് കളിക്കുകയാണോ? എനിക്ക് തിരുവഞ്ചൂരിൻ്റെ പ്രവർത്തനം സംശയമുണ്ടെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം. തിരുവഞ്ചൂരിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ആറ്റം ബോംബ് ഇരിക്കുന്നതുകൊണ്ടാണോ തിരുവഞ്ചൂർ ഹോം മിനിസ്റ്ററായിട്ട് തുടരുന്നത്? എനിക്ക് അതുകൊണ്ടായിരിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. എന്തിനാ ഈ വളച്ചു കെട്ടുന്ന ഉള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞുകൂടെ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ ദുഃഖിക്കണ്ടേ? അല്ല, താങ്കൾക്ക് ഉറപ്പുണ്ടല്ലോ, അതായത് തിരുവഞ്ചൂരിൻ്റെ കയ്യിലും ബാലകൃഷ്ണപിള്ളയുടെ. വച്ചയ്ക്ക് പറയാം. എനിക്ക് സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജോപ്പനെ അറസ്റ്റ് ചെയ്തു,
മുഖ്യമന്ത്രി ഇവന് പോയി അവാർഡ് മേടിച്ചുകൊണ്ട് വരിക, അന്ന് തന്നെ അത് ചെയ്യണം. ആ വലിയ അവാർഡിൻ്റെ സർവ്വ ഗ്രേസും ഈ അറസ്റ്റോട് കൂടി നഷ്ടപ്പെടുക. അല്ല, അതൊക്കെ താങ്കൾ നേരത്തെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയം. അല്ല, താങ്കളുടെ സംശയം താങ്കൾക്കില്ല. എന്താ കാരണം താങ്കൾ സംശയലേശം എന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, 2 പേരുടെ കയ്യിൽ ഉമ്മൻചാണ്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന, അല്ല ഉമ്മൻചാണ്ടിയെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിൽ, അത് പെൻഡ്രൈവ് എന്നുള്ള ഭാഷ താങ്കൾ പണ്ട് ഉപയോഗിച്ചിരുന്നു. അല്ല, താങ്കൾ ഉറച്ചു നിൽക്കുകയായിരിക്കാം. അതെ, ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ 2 ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ കയ്യിലും സാധന സാമഗ്രികളുണ്ട്. ഈ ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ആലോചിച്ച് നോക്കി, അയാൾ സരിത എഴുതിയ 23 പേരുണ്ടെന്ന് പറയുന്ന ആ കത്ത് വെച്ച് കോടീശ്വരനായി എന്ന് എൻ്റെ വിശ്വാസം. ആ കത്ത് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു. ആരാ പൈസ കൊടുത്ത്? അത് എവിടെ നിന്നുള്ള ഒരു ചോദ്യം. അല്ല, താങ്കൾ അദ്ദേഹം കോടീശ്വരനായെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് കൂടെ പറയണല്ലോ. എവിടെ നിന്ന് അയാൾ കിട്ടിയെന്നുള്ളത് എന്തിനാ PC ജോർജ് ഇങ്ങനെ പേടിക്കണം? ഉള്ള കാര്യം പറഞ്ഞൂടെ? ഉള്ള കാര്യം പറയുകയാണ്. സരിതോർജം ഭക്ഷിച്ചവരെല്ലാം ചേർന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 4 പേരൊക്കെ പറ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പോലെ ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയും ചീമുട്ടയുടെ എണ്ണം വർദ്ധിക്കുന്നുള്ളൊരു പേടി കൊണ്ടല്ലേ ഇത് പറയാതിരിക്കുന്നത്? വക്കീൽ നോട്ടീസാണ് നമ്മുടെ ആ ഷാബി മേത്തർ എന്ന് പറഞ്ഞ ഒരു കള്ളക്കച്ചവടക്കാരൻ, അയാളെ ഇരിപ്പുണ്ട്. ബാലകൃഷ്ണപിള്ളിയായിട്ട് ബാലകൃഷ്ണപിള്ളിയായിട്ട് താങ്കൾക്ക് നല്ല സൗഹൃദം ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നീട് ഗണേശനും ബാലകൃഷ്ണപിള്ളയും തമ്മിൽ ചേർന്നപ്പോൾ, അച്ഛനും മോനും ഒന്നായപ്പോൾ പിന്നെ കാരണം ഒരു ഔട്ടായി. ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് ചിരുവെന്നറിയാം. ഗണേശനും ബാലകൃഷ്ണനോട് ഒന്നായി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരുവരാൻ കാരണം, പിള്ളയെപ്പോലെ ഒരു അച്ഛനെ ഇതുപോലെ യോജിക്കാൻ പറ്റൂ. പിള്ള KM മാണി PC ജോർജ് തമ്മിൽ ചേരാമെങ്കിൽ പിന്നെ ഗണേശനും ബാലകൃഷ്ണപിള്ളയ്ക്ക് ചേർന്നൂടെ? ഇത് അച്ഛനും മകനും അല്ലേ നീ? മകൻ അച്ഛനോട് ചെയ്യാവുന്ന ക്രൂരത എന്തല്ല അതെല്ലാം ചെയ്തില്ലേ? അത് ക്ഷമിക്കാനുള്ള ആ സന്മനസ് ബാലകൃഷ്ണനെ പ്രകടിപ്പിച്ചത് ഞാൻ നിസ്സാര കാര്യമാണ്. തൻ്റെ കുടൽമാല എടുത്തിട്ട് കഴുത്തിൽ മാലയായി അണിഞ്ഞ PC ജോർജിനെ ആനയിച്ചിട്ട് ഏക വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷനാക്കാമെങ്കിൽ, KM മാണിക്കാക്കാമെങ്കിൽ, സ്വന്തം മകൻ ചെയ്ത പാതകങ്ങൾ മറക്കാൻ ഒരു അച്ഛന് പറ്റില്ലേ? അപ്പോൾ വേറെ പ്രത്യേകമുണ്ട്. അത് രണ്ടുണ്ടാകും. മാണി സാർ എനിക്കിട്ട് എന്തുമാത്രം പാതകം ചെയ്തു. മാണി സാർ എന്താ പാതകം ചെയ്തേ? ഞാൻ പറഞ്ഞ കേസുകൾ എന്നതായാലും നിയമവളത്തിൽ ചെയ്യുന്നത് എല്ലാം ഭയങ്കര ശത്രുതയല്ലായിരുന്നു. എനിക്കിട്ട് ഉദ്ദേശിച്ചു മാണി സാറിൻ്റെ അല്ലെ മാണി സാറിൻ്റെ ആളുകൾ. അപ്പോൾ ഞാനത് അദ്ദേഹത്തിന് അറിയാമല്ലത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുമ്പോൾ വെടി നിർത്തുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ല, അച്ഛൻ ഇതെല്ലാം സഹിക്കുകയായിരുന്നു മകനെ കൊണ്ട്. മകൻ ഇതെല്ലാം ചെയ്തിട്ട് അച്ഛൻ സഹിച്ചു. ബാലകൃഷ്ണപിള്ളയ്ക്ക് എന്താ ഇപ്പം താങ്കളിപ്പം പിള്ളേരെ നന്നായിട്ട് അറിയാം, പിള്ളേരുടെ രാഷ്ട്രീയ രസതന്ത്രം നന്നായിട്ട് അറിയാവുന്ന ആളാണ് ശ്രീ PC ജോർജ്. എല്ലാം എനിക്ക് അങ്ങനെ ഒരു ബഹുമാനം 1900 ബഹുമാനമായിരുന്നു. ഇപ്പോഴും അതെ, ഇപ്പോഴും ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നന്മതിന്മയ്ക്ക് അപ്പുറത്ത് കേരള കോൺഗ്രസിന് ജന്മം കൊടുത്തപ്പോൾ ഉള്ള 15 ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ്. ഈ കയ്യിലെ ഈ ബോംബ് വെച്ചിട്ട് പിള്ള എന്താ ഉദ്ദേശിക്കുന്നത്? ഗണേശനെ വീണ്ടും മന്ത്രിയാക്കാൻ വേണ്ടിയാണോ? അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഉണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് പിള്ള കയ്യിൽ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നു. എന്നല്ലേ പറഞ്ഞിപ്പോൾ ഇതാണ് PC ജോർജിന്റെ കുഴപ്പം. പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം മകനെ മന്ത്രിയാക്കണമെന്ന് ഉറച്ച അഭിപ്രായത്തിലാണ്. എനിക്ക് അത്ഭുതം എന്താണെന്നറിയോ, ഈ മകനെ അല്ല കേട്ടോ, എന്റെ ചോദ്യം അതല്ല. ഈ ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ഈ ബ്ലാക്ക് മെയിലിംഗ് ബോംബ് അതുപയോഗിച്ചിട്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ വേണ്ടിയല്ലേ പിള്ള ശ്രമിക്കുന്നത്? ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. ഇത് ഉപയോഗിച്ചാണോ എന്നറിയത്തില്ല. അതേ മകനെ മന്ത്രിയാക്കണമെന്ന കാര്യത്തിൽ പിള്ള 100% സ്ട്രോങ് ആണ്. പിന്നെ കയ്യിലുള്ള ആയുധം ഉപയോഗിക്കാതെ വേറെന്ത് ഉപയോഗിച്ചിട്ടാകുന്നു? അത് മുന്നണി ബന്ധത്തിൽ ശക്തി ഉപയോഗിക്കില്ല. ഏത് ശക്തി? ബാലകൃഷ്ണൻ ഒരു MLA ഉള്ള പാർട്ടിയാണ്. ആകെ 73. അപ്പോൾ കയ്യിലിരിക്കുന്ന ബോംബ് ഉപയോഗിക്കാതിരിക്കാം. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാലേ മന്ത്രിസ്ഥാനം കിട്ടുന്നുള്ളെങ്കിൽ പിള്ളേർ അത് ഉപയോഗിക്കില്ലേ? അത് ഉപയോഗിച്ചാൽ ഗവൺമെന്റ് കാണുകയല്ല, പിന്നെ എങ്ങനെ മന്ത്രി ഉപയോഗിക്കുമെന്ന് പറയുമ്പോഴാണല്ലോ സംഭവം എൻട്രി കിട്ടുന്നത്. കിട്ടുന്നത് കിട്ടട്ടെ. ഞാൻ ഏതായാലും മകനിനി മന്ത്രിയാക്കുമോ?